എനിക്കിനി നിങ്ങളുടെ ഭാര്യയായി ഈ നരക ജീവിതം ജീവിക്കാൻ പറ്റില്ല രാജു. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളോടൊപ്പമുള്ള എൻ്റെ ജീവിതം ഞാൻ ഇന്നത്തോടെ നിർത്തുകയാണ്. എനിക്ക് ഡിവോഴ്സ് വേണം. ജോലി കഴിഞ്ഞ് റൂമിലെത്തി ഭാര്യ റാണിയെ വീഡിയോ കോൾ ചെയ്ത രാജു ഒന്നാകെ ഞെട്ടി. യാതൊരു മയവുമില്ലാത്ത റാണിയുടെ സംസാരം കേട്ട് ആദ്യത്തെ ആ ഞെട്ടലും പകപ്പും വിട്ടൊഴിഞ്ഞതും അവൻ ഫോണിൽ കാണുന്ന റാണിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ പറയുന്നത് ഒരു തമാശയാണെന്ന് കരുതി അവളുടെ മുഖത്തെ കുസൃതിച്ചിരി തിരയുകയാണ് അവൻ. സത്യത്തിൽ ഇല്ല, പതിവിലുമേറെ ഗൗരവം ആണ് അവളുടെ മുഖത്തെന്ന് കണ്ടവൻ. അവൾ പറഞ്ഞത് ഒരു തമാശയല്ലെന്ന് പിടപ്പോടെ വീണ്ടും അവളെ നോക്കിയതും കണ്ടു. അവൾക്കടുത്തായി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവനെ. റോയ്. ഇനിയൊരു ഞെട്ടലിനിടയില്ലാത്ത പോലെ പകപ്പോടെ വിളിച്ചു രാജു. അതേ ചേട്ടാ, റോയ് തന്നെയാണ്. തന്നെ നോക്കിയൊരു ചിരിയോടെ പറയുന്നതിനോടൊപ്പം റോയിയുടെ കൈകൾ റാണിയെ പുണരുന്നതും അവളെ അവൻ്റെ നെഞ്ചോരം ചേർത്തിരുത്തുന്നതും ഒരു മായക്കാഴ്ചകൾ എന്ന പോലെ നോക്കിയിരിക്കെ രാജുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ നിലത്തെ കൂർന്നു വീണു. ഒപ്പം ബോധം മറിഞ്ഞവൻ പിന്നോക്കം വീഴുന്നതും കൂടി താഴേക്ക് ഫോൺ പതിക്ക് മുൻപ് കണ്ടു റാണിയും റോയും. രാജു, ഏയ്. ഫോൺ കട്ടാകും മുൻപ് രാജുവിനൊപ്പമുള്ള ആരുടെയോ പരിഭ്രമത്തോടെയുള്ള ചോദ്യം കൂടി കാതിൽ വീണതും ഒരു പൊട്ടിച്ചിരിയുടെ കയ്യിലെ ഫോൺ ബെഡിലേക്ക് ഇട്ട് റോയുമായി ബെഡിലേക്ക് തന്നെ വീണു റാണിയും. അവൻ തട്ടിപ്പോടി. ബെഡിലേക്ക് വീണതും റാണിയുടെ മാറിലായി മുഖം അമർത്തി ചെറിയൊരു ശങ്കയോട് തിരക്കി റോയ്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് റോയിച്ച? അത്ര പെട്ടെന്നൊന്നും തട്ടിപ്പോകുന്ന മുതലല്ലത്. ഇങ്ങനെ അങ്ങ് അയാൾ തീർന്നാലും നമുക്ക് ലാഭമല്ലേ? പക്ഷെ അയാളെ അങ്ങനെയൊന്നും തീരില്ല. മുടിഞ്ഞ ആയുസാണ്. അല്ലെങ്കിൽ ഇതിനു മുൻപേ ഞാൻ ഒരുക്കിയ കെണിയിൽ കുടുങ്ങി ജീവൻ പോവേണ്ടതായിരുന്നില്ലേ അയാളുടെ? രാജുവിനോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിൽ റാണി പറയുമ്പോൾ കിട്ടിയ അവസരം മുതലാക്കി അവളിലേക്കൊരു പ്രവേശിക്കാനായി വഴിയൊരുക്കുകയാണ് റോയ് അവളുടെ ശരീരത്തിൽ. റോയിച്ച. അവൻ്റെ നീക്കമെന്തെന്ന് കണ്ട് വശ്യമായ ഒരു ഈണത്തിൽ റാണി വിളിച്ചതും ഒറ്റ മറച്ചിലിന് അവളെ താൻ്റെ അടിയിലാക്കി അവൾക്ക് മേൽ അധികാരം സ്ഥാപിച്ചു പോയി റോയ്. കൊതി മാറണില്ല പൊന്നെ. അവളുടെ കാതിൽ നേർത്തൊരു ചുംബനം നൽകി റോയ് പറഞ്ഞതും റാണിയുടെ പൊട്ടിച്ചിരി ആ മുറിയിൽ നിറഞ്ഞു വരുമ്പോൾ കേട്ട വാക്കുകളുടെയും കണ്ട കാഴ്ചയുടെയും ഷോക്കിൽ നിന്ന് മുക്തനാവാതെ ബോധമറ്റ സഹമുറിയന്മാരുടെ മടിയിൽ കിടന്ന ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലായിരുന്നു രാജു. ഇത്രയ്ക്കും വിഷമുള്ള ഒരുത്തിയാണ് അവരെന്ന് അറിഞ്ഞിട്ട് എന്തിനാ ഏട്ടാ അവരെ ഭാര്യയാക്കി കൂടെ കൂട്ടിയതും സ്വന്തം പേരിലുള്ളതെല്ലാം അവരുടെ പേരിലായി എഴുതി നൽകിയതും? എമർജൻസി വിസയിൽ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ രാജുവിനെ ആശ്വാസവാക്കുകൾ കൊണ്ട് തലോടുന്നതിന് പകരം ചുറ്റും കൂടി നിന്ന് ചോദ്യശരങ്ങൾ ഏത് കുറ്റപ്പെടുത്തിയ വീട്ടുകാരും നാട്ടുകാരുമെല്ലാം. ഒരിക്കൽ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചു പോയ കാമുകനെ തിരികെ വിളിച്ച് ബന്ധം പുതുക്കി ഇറങ്ങിപ്പോവാൻ മാത്രം തൻ്റെ ഇടവും സാമർഥ്യവും അവൾക്കുണ്ടായിരുന്നുവെന്ന് ഏട്ടൻ അറിഞ്ഞില്ലടാ ഉണ്ണി. അനിയൻ ഉണ്ണിയുടെ തോളിൽ മുഖമമർത്തി തേങ്ങിപ്പറയുന്ന രാജുവിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല ആർക്കും. അവളുടെ സംസാരത്തിൽ വിവാഹത്തിന് മുൻപേ അവൾ പ്രണയിച്ച ഒരുത്തൻ മാത്രമായിരുന്നു റോയ്. വ്യത്യസ്ത മതമായതിനാൽ ഒന്നിച്ചൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാവില്ല എന്ന തിരിച്ചറിവോടെ നല്ല രണ്ട് സുഹൃത്തുക്കളായി പിരിഞ്ഞിരുന്നവർ. ഞങ്ങളുടെ വിവാഹശേഷം ഒരു സുഹൃത്തിനെ എന്നതുപോലെ റാണി എനിക്ക് റോയിയെ പരിചയപ്പെടുത്തി തന്നിട്ടുമുണ്ട്. അങ്ങനെ ശുദ്ധയായുള്ള ഒരുത്തി എന്നെ ചാദിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ. അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രവാസിയായത് പോലും. എന്നിട്ടും എന്നോട്. നിസ്സഹായതയാണ് രാജുവിൻ്റെ സ്വരത്തിൽ. നിന്നെ ഗൾഫിൽ പറഞ്ഞയച്ചവൾ നിന്റെ വീട്ടിൽ നിന്റെ മുറിയിൽ കാമുകനൊപ്പം സുഖിക്കുകയായിരുന്നു. അതിൻ്റെ തെളിവല്ലേ 1.5 വർഷം മുൻപ് നീ ഗൾഫിൽ പോയിട്ട് 3 മാസം വളർച്ചയുള്ള ഗർഭവുമായി അവൾ നടക്കുന്നത്. അമ്മയുടെ വെളിപ്പെടുത്തൽ ആകെ ഞെട്ടി രാജു. 4 വർഷം കഴിഞ്ഞു മതി കുഞ്ഞുങ്ങൾ. അതുവരെ എനിക്ക് എൻ്റെ രാജുവേട്ടനെ ആവോളം പ്രണയിക്കണമെന്ന് തന്നോട് പറഞ്ഞവൾക്ക് 3 മാസം ഗർഭം. സ്വയം പുച്ഛിക്കുന്ന ഒരു ചിരി രാജുവിൻ്റെ ചൂണ്ടിൽ തെളിയും നേരം തന്നെയാണ് ഒരു ബൈക്കിൽ റോയിയെയും കെട്ടിപ്പുണർന്ന റാണി അവിടേക്ക് വന്നിറങ്ങിയത്. യാതൊരു ചമ്മലോ ചളിപ്പോ ഇല്ലാതെ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നവളെ കണ്ടതും രാജുവിൻ്റെ നോട്ടം ചെന്നെത്തിയത് റാണിയുടെ അല്പം വീർത്ത വയറിന്മേലാണ്. രാജുവിൻ്റെ നോട്ടം കണ്ടതും ഒന്ന് പരിങ്ങിയ റാണി വേഗം ബൈക്കിൽ നിന്നിറങ്ങിയ റോയിയുടെ സമീപത്തേക്ക് ചേർന്ന് നിന്നു. രാജുവേട്ട, നിങ്ങളോട് ക്ഷമ പറയാനോ മാപ്പ് ചോദിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയും മോഹിച്ചതുപോലെയുമുള്ള ഒരു ജീവിതം എനിക്ക് തരാൻ നിങ്ങൾക്ക് പറ്റിയില്ല. സ്വാഭാവികമായും ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം എനിക്ക് തരാൻ റോയിച്ചൻ തയ്യാറായപ്പോൾ ഞാനത് സ്വീകരിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് യാതൊരു വഴക്കിനും നിൽക്കാതെ എത്രയും പെട്ടെന്ന് മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്ത് തരികയാണ്. റോയിയോട് ചേർന്ന് നിന്ന് കൂസലില്ലാതെ റാണി പറയുമ്പോഴും അവളെ നോക്കി നിശബ്ദനായിരുന്നു രാജു. അവൻ്റെ നിശബ്ദത ഹാരമായി നിറഞ്ഞു റാണിയിൽ. ഇതെന്താ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്നത്? ആ വീടിന് ഉമ്മറത്തായി കൂടി നിൽക്കുന്നവരോടെന്ന പോലെ റാണിയാണ് ചോദിച്ചതെങ്കിലും അവളുടെ നോട്ടം ചെന്ന് നിന്നത് രാജുവിൻ്റെ മുഖത്താണ്. ഈ വീട്ടിൽ ഇവനോ ഞങ്ങൾക്കോ നിൽക്കാൻ നിന്റെ സമ്മതം എന്തിനാടി? ഇതെൻ്റെ മോൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു വാങ്ങിയ വീടും സ്ഥലവുമാണ്. ഇവിടെ ഞങ്ങൾ ഇരിക്കുമടി. നാണം കെട്ടവളെ. അവൾക്ക് നേരെ വെറുപ്പോടെ ചീറി രാജുവിൻ്റെ അമ്മ. അത് കേട്ടതും ഒരു പരിഹാസം തെളിഞ്ഞു റാണിയിലും റോയിലും. ഈ വീട് വാങ്ങിച്ചതും അതിനായി അധ്വാനിച്ച് പണം മുടക്കിയതും നിങ്ങളുടെ ഈ മകൻ തന്നെയാവും. പക്ഷെ ഇപ്പോഴീ വീട് എൻ്റെ പേരിലാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇതെനിക്ക് എഴുതി തന്നു നിങ്ങളുടെ മകൻ. വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോയി എല്ലാവരും. അഹങ്കാരത്തോടെ റാണി പറഞ്ഞതും ശബ്ദം നഷ്ടപ്പെട്ടു പോയമ്മയ്ക്ക്. അവരുടെ നോട്ടം തല താഴ്ത്തിയിരിക്കുന്ന തൻ്റെ മകനിലെത്തി. അവൻ ഇവളിൽ എത്രമാത്രം വിശ്വസിച്ചിരുന്നുവെന്ന് ഓർത്തവർ. എൻ്റെ മോൻ്റെ ജീവിതം ഇത്രയും നശിപ്പിച്ചല്ലേടി നീ? ഇതെങ്കിലും തിരികെ അവന് കൊടുക്കടി. കേടുപോയി അമ്മ റാണിക്ക് മുന്നിൽ. നിങ്ങളുടെ ഈ ഇരിക്കുന്ന മകന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര സുന്ദരിയായി ഇവളെ കുറച്ചു കാലത്തേക്കെങ്കിലും ഭാര്യയായി കിട്ടി.
അനുഭവിച്ച് ആസ്വദിക്കാൻ പറ്റിയില്ലേ? അവളുടെ ശരീരം അവൻ ഉപയോഗിച്ചതിന്റെ കൂലിയായിട്ട് കൂട്ടിയാൽ മതി വീടും സ്ഥലവും. ഇവളെ കിട്ടുന്നത് കൊണ്ട് ഈ ഒരു ലാഭം എനിക്കും ഇരിക്കട്ടെ എന്ന് അല്ലേ റാണി? യാതൊരു നാണവുമില്ലാതെ പരസ്യമായി പറഞ്ഞ റാണിയെ നോക്കി റോയ് ചോദിച്ചതും അത്ര നേരം നിശബ്ദനായിരുന്ന രാജു ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് റോയ്ക്ക് മുന്നിൽ വന്നു. യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ നീ ഇപ്പോൾ എന്റെ സമ്പാദ്യം മുന്നിൽ കണ്ടാണ് ഇവളെ തിരികെ കൂട്ടിയതല്ലേ? രാജു ചോദിച്ചതും അവനെ പകപ്പോടെ നോക്കി റാണി അങ്ങനെ തന്നെയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെല്ലുവിളിച്ചു റോയിയും. അതോടെ ഒന്നും മിണ്ടാതെ വീടിനകത്തേക്ക് രാജു കയറിപ്പോയതും വിജയിച്ചിട്ട് തെളിഞ്ഞു റാണിയിലും റോയിലും. എന്നാൽ അവരെ അമ്പരപ്പിച്ച് കയ്യിലൊരു പേപ്പറുമായി ഇറങ്ങി വന്നു രാജു. ആ പേപ്പറിൽ റാണിക്ക് നേരെ നീട്ടി രാജു. പ്രവാസ ജീവിതം വേഗത്തിൽ അവസാനിപ്പിച്ച് ഇവിടെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങി നിന്നെ ഞെട്ടിക്കാൻ എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു റാണി. അതിന്റെ ഭാഗമായി ഈ വീടും സ്ഥലവും ഞാനൊരു മാർവാടി കീട് നൽകി. എനിക്ക് വേണ്ടത്ര പണം അയാളിൽ നിന്ന് വാങ്ങിയിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ നിന്റെ കയ്യിൽ നിന്നും പല പേരും പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് മേടിച്ച മുദ്രപേപ്പറുകളെ പറ്റി? അതെല്ലാം ഇതിനായിരുന്നു. രാജു പറഞ്ഞതും അവനെ ശ്വാസം വിലങ്ങി നോക്കി റാണിയും റോയും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീടിനും സ്ഥലത്തിനും വേണ്ടി ഞാൻ മുടക്കിയതിനേക്കാൾ കൂടുതൽ അത് ഈട് വെച്ച് നിന്റെ പേരിൽ ഞാൻ മാർവാടിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പണം എൻ്റെ കയ്യിലുണ്ട്. വീടിന്റെ ആധാരം മാർവാടിയുടെ കയ്യിലും. നീ പണമടച്ചാൽ നിനക്ക് തിരികെ കിട്ടും. അത് മാത്രമല്ല നിന്റെ സ്വർണവും. അതും നീ അറിയാതെ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലുള്ളത് വെറും മുക്കുവണ്ടമാണ്. ഇനി ഞെട്ടാൻ സാധിക്കാത്ത വിധം അമ്പയെ തകർന്നും തളർന്നും റാണിയും റോയിയും നിന്നതും വിജയച്ചിരിയോടെ അവർക്കടുത്തേക്ക് ചേർന്ന് നിന്നു രാജു. ഇത്രയും പണം മുടക്കി ഇവളെ നേടാൻ മാത്രമുള്ളതൊന്നും ഇല്ലടാ ഇവളുടെ ശരീരത്തിൽ. ഒന്നുമില്ലെങ്കിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടതും അനുഭവിച്ചതുമല്ലേടാ. ഇനി നിന്റെ ഇഷ്ടം. അപ്പം ശരി, ഒപ്പം ഞാൻ ഇട്ട് വെച്ചേക്കാം. സൗകര്യം പോലെ പോട്ടെ. തല ഉയർത്തി പിടിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ രാജു നടന്നതും എല്ലാം തകർന്ന പോലെ തളർന്ന് നിലത്തേക്കിരുന്നു പോയി റാണി. അന്നേരം അവളെ താങ്ങാൻ നീണ്ടില്ല റോയിയുടെ കൈകൾ. കാരണം അവൻ അവളിലേക്ക് തിരികെ എത്താൻ കാരണമായ സമ്പത്തൊന്നും ഇന്ന് അവളുടെ കൈവശമില്ലെന്ന അറിവ് തന്നെ. ഇനിയാണ് റാണി ജീവിതം പഠിക്കുന്നത്. പഠിക്കട്ടെ, മാറിയിരുന്ന് കാണാം നമുക്കത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്